അപ്പൊ ഒരു പക്ഷിയിലൂടെ അള്ളാഹു മനുഷ്യനെ പഠിപ്പിച്ച ഒരു സംഗതിയാണ് മയ്യിത്ത് മറമാടുക എന്നത്. മാത്രമല്ല, ഇത് മനുഷ്യരോട് അള്ളാഹു കാണിച്ചൊരു ആദരവാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ റോട്ടുമിട്ട് പോവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പറമ്പിലേക്ക് വലിച്ചെറിയാനോ അല്ല പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സുമ്മ അമാതഹു ഫഅഖ്ബറ, അല്ലെ, അവരെ മരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ ഖബറടക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അള്ളാഹു പറഞ്ഞു, അലം നജഅലിൽ അർള കിഫാത അഹ്യാഅൻ വ അംവാത, ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും അള്ളാഹു ഈ ഭൂമി മതിയാക്കിയിരിക്കുന്നു എന്നാണ്. ജീവിച്ചിരിക്കുന്നവരെ ഉൾക്കൊള്ളാനും മരിച്ചവരെ ഉൾക്കൊള്ളാനും ഈ ഭൂമി ധാരാളമാണ്. അപ്പൊ ഖുർആനിൽ ദഫനിനെ പറ്റിയിട്ടുള്ള വിവരണങ്ങളുണ്ട്. അതുപോലെ തന്നെ ഹദീസിലും വന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശുഹദാക്കളെ പറ്റി പറയുന്നിടത്ത് കാണാം, യുദ്ഫിനുൽ ഖത്ല ഫി മസാരിഇഹിം, ഷഹീദുകളായ ആളുകൾ എവിടെയാണോ മരിച്ചു വീണിട്ടുള്ളത്, ഷഹീദായി വീണിട്ടുള്ളത്, അവിടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അവരെ മറവ് ചെയ്യുക. അപ്പൊ അവിടൊക്കെ ദഫ്നിനെ പറ്റിയിട്ടുള്ള പരാമർശം വന്നിട്ടുണ്ട് എന്ന് ചുരുക്കം. അപ്പൊ ഖുർആനിലും ഹദീസിലും വന്നൊരു സംഗതിയാണ് ദഫ്നുൽ മയ്യിത്ത് എന്നത്.